ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു സാധനമില്ലേ, ഇത് നമ്മുടെ എക്വാഗാർഡിൻ്റെ ഫിൽറ്ററാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വാസ് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കതിൻ്റെ നീളം ഒന്ന് കുറച്ചെടുക്കാം. അതൊരു ആക്സൽ ബ്ലേഡ് കൊണ്ട് നിങ്ങളൊന്ന് കട്ടാക്കാൻ നോക്കുക കേട്ടോ. അതാണെങ്കിൽ എളുപ്പത്തിൽ കട്ടാക്കാൻ പറ്റൂ. ഇതാണെങ്കിൽ എനിക്ക് ആക്സൽ ബ്ലേഡ് നേരെ ഇല്ലായിരുന്നു. എനിക്ക് ആക്സൽ ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് കട്ടാക്കുന്ന കത്തിയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ കട്ടാക്കിയത്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു, പക്ഷേ ആക്സൽ ബ്ലേഡ് ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കട്ടാക്കി എടുക്കാമായിരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണേ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോം ഷീറ്റ് എടുക്കാവേ. ഇത് സ്റ്റിക്കറുള്ള ഫോം ഷീറ്റാണ് ബാക്ക് സൈഡിൽ. എന്നിട്ട് ഇതിൻ്റെ മറ്റേ ഫിൽറ്ററിൻ്റെ അളവ് എടുത്തിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുക. ഫുള്ള് ചുറ്റിനും കിട്ടുന്ന പോലെ ഒന്ന് കട്ടാക്കി എടുക്കണേ. ഫിൽറ്റർ കട്ടാക്കിയ ശേഷം കട്ടാക്കിയ ഭാഗം കുറച്ച് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കാവേ. അതാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലെവലായിട്ട് കിട്ടും. കട്ടാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് പുറകിൽ സ്റ്റിക്കർ ആയതുകൊണ്ട് പൊളിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമാണ്. ഡിസംബർ ആയില്ലേ, നമ്മുടെ ക്രിസ്മസ് വരുന്നു. അപ്പം നമുക്ക് കുറേ ക്രാഫ്റ്റുകൾ ചെയ്യാനുണ്ട്. ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റുകൾ കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഡിസംബർ 1 തീയതി മുതൽ തുടങ്ങാവേ. ക്രിസ്മസിൻ്റെ പുൽക്കൂടും സ്റ്റാറും പിന്നെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സും കുറേ സംഭവങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കതെല്ലാം ഡിസംബർ 1 തീയതി മുതൽ തുടങ്ങാവേ. നമുക്ക് ആ ഫിൽറ്ററിൽ നമ്മൾ ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് അടിയിൽ ബേസ് ഒന്ന് കൊടുക്കണം. അടിയിൽ ബേസിന് കറക്റ്റ് റൗണ്ട് ആയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് വാസ് കുറച്ചുകൂടി ഒന്ന് നല്ലൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേസ് വെക്കാം. സ്റ്റോൺ ലേസ് മുകളിലും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ഫ്ലവർ ലേസിൽ ഓരോ ഫ്ലവേഴ്സ് കട്ടാക്കി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ പൂവും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൂവിനകത്ത് നടുക്കായിട്ട് കുന്തൻ സ്റ്റോൺസ് ഉണ്ട്. ആ സ്റ്റോൺസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഈ വാസ്. നല്ല രസമാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.